സ്റ്റാർട്ട് ക്ലാസ്സിൻ്റെ റിഗ്രഷൻ അനാലിസിസ് സീരീസിൻ്റെ 4ാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞ തിയറി ഭാഗങ്ങളുടെ ഒരു ആപ്ലിക്കേഷനാണ് ഈ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രോബ്ലംസും സൊല്യൂഷൻസും, റിഗ്രഷൻ ലൈൻസും റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസും സൊല്യൂഷൻസുമാണ് ഞാൻ ഈ ക്ലാസ്സിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതിന് നമുക്ക് ആദ്യമായി കഴിഞ്ഞ 3 ഭാഗങ്ങളായി നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. 2 റിഗ്രഷൻ ലൈനുകളുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തെ റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സും രണ്ടാമത്തേത് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈയും. റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സിൽ എക്സ് ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, y എന്ന് പറയുന്നത് ഡിപെൻഡൻറ്റ് വേരിയബിളാണ്. അതുപോലെ തന്നെ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈക്കകത്ത് y ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, എക്സ് ആണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ. റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എക്സിൻ്റെ ഒരു തന്നിട്ടുള്ള വിലയ്ക്ക് ഒയുടെ വിലയെ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ നമ്മൾ ഉപയോഗിക്കുന്നത് വൈയുടെ ഒരു ഗിവൺ വാല്യൂവിന് എക്സിൻ്റെ വില പ്രൊഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വൈയുടെ വില പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സും എക്സിൻ്റെ വില പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റിഗ്രഷൻ ലൈൻ ഓഫ് y ഓൺ എക്സിൻ്റെ രൂപം എന്ന് പറയുന്നത് y മൈനസ് y ബാർ ഇസ് ഈക്വൽ ടു byx ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അതുപോലെ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈയുടെ രൂപം എന്ന് പറയുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു bxy ഇൻറ്റു y മൈനസ് y ബാർ. കൂടാതെ നമ്മൾ പഠിച്ചത് എന്താണ്, byxനെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് y ഓൺ എക്സ് എന്നും bxyയെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ എന്നാണ് പറയുന്നത്. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകളെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: byx ഇസ് ഈക്വൽ ടു കോവേരിയൻസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് എക്സ് ആൻഡ് bxy ഇസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ വേരിയൻസ് ഓഫ് വൈ. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകളെ നമുക്ക് ഈ താഴെ പറയുന്ന 3 ഫോർമുലകൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. byx എന്ന് പറയുന്നത് കോവേരിയൻസ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ എക്സ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ഫോർമുല ഉപയോഗിക്കാം: n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. കൂടാതെ ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്: byx ഇസ് ഈക്വൽ ടു r ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ്. ഇതുപോലെ നമുക്ക് bxy എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യാം: bxy ഇസ് ഈക്വൽ ടു കോവേരിയൻസ് ഓഫ് എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ വൈയും, അത് നമ്മൾ n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കൂടാതെ r ഇൻറ്റു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ വൈ എന്ന രൂപത്തിലും നമുക്ക് byxyയെ എഴുതാൻ പറ്റും. കൂടാതെ തന്നെ നമ്മൾ ഈ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകളുടെ പ്രത്യേകതയും കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതായത് റിഗ്രഷൻ കോഎഫിഷ്യൻ്റെയും റിഗ്രഷൻ ലൈൻ്റെയും ആപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലംസ് ചെയ്യുന്നതിന് നമുക്ക് വേണ്ട മുന്നറിവുകൾ. ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഞാൻ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തു തുടങ്ങാം. ഒന്നാമത്തെ പ്രോബ്ലം ഇതാണ്: ദ ഫോളോയിങ് ഡാറ്റ വെയർ ഒബ്റ്റൈൻഡ് ഓൺ സ്റ്റഡി ഓഫ് പ്രൈസ് എക്സ് ആൻഡ് സപ്ലൈ വൈ ഓഫ് 10 ഐറ്റംസ്. നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ: സിഗ്മ എക്സിൻ്റെ വില 544, സിഗ്മ വൈ 244, byxൻ്റെ വില 0.37 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് വിൽ ബി ദി സപ്ലൈ വെൻ പ്രൈസ് ഈസ് 35? സപ്ലൈയുടെ വില കണ്ടുപിടിക്കണം പ്രൈസിൻ്റെ വില 35 ആകുമ്പോൾ. ഒരു പ്രൈസിന് നമ്മൾ എക്സ് എന്നും സപ്ലൈ നമ്മൾ വൈ എന്നാണ് എടുത്തിരിക്കുന്നത്. ഈ ചോദ്യം നമ്മുടെ കേരള ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് മാർച്ച് 2016 ചോദിച്ച ചോദ്യമാണ്. എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളോട് വിവരിക്കാൻ പോകുന്നത്.
ഇവിടെ നമുക്ക് രണ്ട് വേരിയബിളാണുള്ളത്. പ്രൈസിനെ നമ്മൾ എക്സ് ആയിട്ടും സപ്ലൈ നമ്മൾ വൈ ആയിട്ടും കൊടുത്തു. നമുക്ക് വേണ്ടത് എന്താണ്? പ്രൈസിൻ്റെ വില 35 ആകുമ്പോൾ സപ്ലൈ എന്തെന്ന് കണ്ടുപിടിക്കണം. That is, we have to estimate or predict the supply y when price x is equal to 35. അതായത് എക്സിൻ്റെ വില 35 ആകുമ്പോൾ നമുക്ക് വൈയുടെ വില കണ്ടെത്തണം. വൈയുടെ വില കണ്ടെത്തുന്നതിന് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y1x ഉപയോഗിക്കുന്നതാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ? ഇനി ആ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y1x എന്താണ്? അത് നമ്മൾ എഴുതി. അതിതാണ് y മൈനസ് y ബാർ ഇസ് ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ ഇത് കാണണമെങ്കിൽ y ബാർ വേണം, ബി വൈ എക്സ് വേണം, എക്സ് ബാർ വേണം. ബി വൈ എക്സ് നമ്മുടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്, പക്ഷേ എക്സ് ബാറും y ബാറും തന്നിട്ടില്ല. പകരം നമുക്ക് കുറച്ച് വിലകൾ തന്നിട്ടുള്ളത് ഇതാണ്. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 544, സിഗ്മ വൈ എന്ന് പറയുന്നത് 244, ബി വൈ എക്സ് എന്ന് പറയുന്നത് 0.37. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. കൂടാതെ എന്നിൻ്റെ വില 10 ആണ്. 10 ഒബ്സർവേഷൻ്റെ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ വിവരങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? എക്സ് ബാർ കാണാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ എൻ ആണ്. ഇറ്റ്സ് ഈക്വൽ ടു 544/10 ഇസ് ഈക്വൽ ടു 54.4 ആണ്. കൂടാതെ വൈ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ ഇസ് ഈക്വൽ ടു 244 ഡിവൈഡഡ് ബൈ 10 ഇസ് ഈക്വൽ ടു 24.4. ഇനി നമുക്ക് ആ റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കാമല്ലോ. ഇപ്പോൾ എല്ലാം ആയില്ലേ? എക്സ് ബാറായി, വൈ ബാറായി, ബി വൈ എക്സ് ആയി. ഇനി റിഗ്രഷൻ ഇക്വേഷനിൽ ആ ഈ വിലകൾ നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. y മൈനസ് 24.4 ഇസ് ഈക്വൽ ടു 0.37 ഇൻറ്റു എക്സ് മൈനസ് 54.4. ഇതാണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് y1x. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഇവിടെ എക്സിൻ്റെ വില 35 ആകുമ്പോൾ വൈയുടെ വില കണ്ടെത്തണം. അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇപ്പോൾ നമുക്ക് കിട്ടിയ y1x എന്ന് പറയുന്ന ഇക്വേഷനകത്ത് എക്സിന് പകരം 35 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ ഇങ്ങനെയാണത്. y മൈനസ് 24.4 ഇസ് ഈക്വൽ ടു 0.37 ഇൻറ്റു 35 മൈനസ് 54.4. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് y മൈനസ് 24.4 ഇസ് ഈക്വൽ ടു 0.37 ഇൻറ്റു മൈനസ് 19.4 ഇസ് ഈക്വൽ ടു മൈനസ് 7.178. അവിടെ നമുക്ക് y ഇസ് ഈക്വൽ ടു ഈ മൈനസ് 7.178ന് ഈ സമത്തിന് ഇപ്പുറത്തുള്ള മൈനസ് 24.4 അപ്പുറത്തുണ്ടാവുമ്പോൾ പ്ലസ് 24.4 ആയി. രണ്ടും കൂടി ക്രിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് 17.222. അപ്പോൾ നമുക്കെന്ത് പറയാം? സപ്ലൈയുടെ വില, പ്രൈസിൻ്റെ വില 35 ആകുമ്പോൾ സപ്ലൈയുടെ വില നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തത് 17.222 എന്നാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്ന y1x ഉപയോഗിച്ചിട്ട് y എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. ഇനി അടുത്തൊരു ചോദ്യം നോക്കാം നമുക്ക്. രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻ ഇതാണ്. കാൽക്കുലേറ്റ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ കുറച്ച് വിവരങ്ങൾ തന്നിട്ടുണ്ട്. ഇവയിൽ നിന്നും റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകളുടെ വില കണ്ടുപിടിക്കണം. സിഗ്മ എക്സ് 50 ആണ്, സിഗ്മ വൈ 30, സിഗ്മ എക്സ് സ്ക്വയർ 3000, സിഗ്മ വൈ സ്ക്വയർ 1800, സിഗ്മ എക്സ് വൈ 1000 ആൻഡ് n ഇസ് ഈക്വൽ ടു 10. ഈ വിവരങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകൾ കാണണം. റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകൾ എന്ന് പറയുമ്പോൾ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് നമുക്ക് കാണണം. ബി വൈ എക്സും കാണണം, ബി എക്സ് വൈ കാണണം. ഇത് നമ്മുടെ കേരള സ്റ്റേറ്റ് ബോർഡിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷൻ 2018 ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതെങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകൾ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ള വിവരങ്ങൾ ഇതെല്ലാമാണ്. സിഗ്മ എക്സ് 50, സിഗ്മ വൈ 30, സിഗ്മ എക്സ് സ്ക്വയർ 3000, സിഗ്മ വൈ സ്ക്വയർ 1800, സിഗ്മ എക്സ് വൈ 1000, n ഇസ് ഈക്വൽ ടു 10. ഇനി നമ്മൾ ആ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റിൽ ആദ്യത്തെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് y1x എന്ന് പറയുന്നത് ഇതാണ്. ബി വൈ എക്സ് ഇസ് ഈക്വൽ ടു n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. നമ്മൾ ബി വൈ എക്സിന് 3 ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ ഇവിടെ നമുക്ക് ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. കാരണം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് സിഗ്മ എക്സും സിഗ്മ വൈയും സിഗ്മ എക്സ് സ്ക്വയർ അത്തരം വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല ഉപയോഗിച്ചിട്ട്
ബി വൈ എക്സിൻ്റെ വില നമുക്ക് കണ്ടെത്താം. ഈ ഫോമിലേക്ക് നമ്മൾ തന്നിട്ടുള്ള വിവരങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നത് എന്നിൻ്റെ വില 10 10 ഗുണം സിഗ്മ എക്സിൻ്റെ വില 1000 മൈനസ് 50 ഗുണം 30 ഡിവൈഡഡ് ബൈ 10 ഗുണം 3000 മൈനസ് 50ൻ്റെ സ്ക്വയർ. കാരണം ഇവിടെ സിഗ്മ എക്സ് 1000ഉം സിഗ്മ എക്സ് 50ഉം സിഗ്മ വൈ 30ഉമാണ്. കൂടാതെ സിഗ്മ എക്സ് സ്ക്വയർ 3000ഉം സിഗ്മ എക്സ് 50ഉമാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുന്നത് 10 ഗുണം 1000 10000 മൈനസ് 50 ഗുണം 30 1500 ഡിവൈഡഡ് ബൈ 10 ഗുണം 3000 30000 മൈനസ് 50ൻ്റെ സ്ക്വയർ 2500. സിംപ്ലിഫൈ ചെയ്താൽ 8500 ഡിവൈഡഡ് ബൈ 27500 അതിൻ്റെ വില 0.309. അപ്പോൾ ഇതാണ് 0.309 ആണ് നമ്മുടെ ബി വൈ എക്സിൻ്റെ വില. ഇനി നമുക്ക് ബി എക്സ് വൈ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ബി വൈ എക്സ് വൈ എന്ന് പറയുന്ന റിഗ്രഷൻ കോഎഫിഷ്യൻ്റെ ഫോർമുല ഇതാണ്. ബി എക്സ് വൈ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ ആണ്. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 ഗുണം 1000 മൈനസ് 50 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 10 ഗുണം 1800 മൈനസ് 30ൻ്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു 10 ഗുണം 1000 10000 മൈനസ് 50 ഗുണം 30 1500 ഡിവൈഡഡ് ബൈ 10 ഗുണം 1800 18000 മൈനസ് 30ൻ്റെ സ്ക്വയർ 900 ഇസ് ഈക്വൽ ടു 8500 ഡിവൈഡഡ് ബൈ 17100 കിട്ടി. അതിൻ്റെ വില 0.497. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകൾ കണ്ടെത്തുന്നത് ഈ തന്നിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങനെ നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റുകൾ കണ്ടുപിടിക്കാം. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോയാൽ മൂന്നാമത്തെ ഇല്ലസ്ട്രേഷൻ ഇതാണ്. The following data relates to the experience of machine operators and their performance rating. അപ്പോൾ ഇവിടെ നമ്മൾ 8 ഓപ്പറേറ്റർമാരുടെ എക്സ്പീരിയൻസും അതിനെ എക്സിനെടുത്തു, അവരുടെ പെർഫോമൻസിനെ റേറ്റ് ചെയ്തത് വൈന്നെടുത്തു. ആ ഡാറ്റയാണ് നമുക്ക് തന്നിരിക്കുന്നത്. എക്സ്പീരിയൻസിൽ 16, പെർഫോമൻസ് റേറ്റിംഗ് 87, 12 88, 18 89, 4 68, 3 78, 10 80, 5 75, 12 83. ഇങ്ങനെയാണ് നമ്മുടെ ഡാറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഒരു ബൈവേരിയറ്റ് ഡാറ്റയാണ്. കാൽക്കുലേറ്റ് ദ റിഗ്രഷൻ ലൈൻ ഓഫ് പെർഫോമൻസ് റേറ്റിംഗ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് എസ്റ്റിമേറ്റ് ദ പെർഫോമൻസ് റേറ്റിംഗ് ഇഫ് ആൻ ഓപ്പറേറ്റർ ഹാസ് 7 years എക്സ്പീരിയൻസ്. അപ്പോൾ നമുക്ക് റിഗ്രഷൻ ലൈൻ ഓഫ് പെർഫോമൻസ് റേറ്റിംഗ് ഓൺ എക്സ്പീരിയൻസ് കണ്ടുപിടിക്കണം. പെർഫോമൻസ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വൈ ആണ്, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ റിഗ്രഷൻ ലൈൻ ഓഫ് പെർഫോമൻസ് റേറ്റിംഗ് ഓൺ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ആണ്. അപ്പോൾ റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് ആണ് കണ്ടെത്താനുള്ളത്. കൂടാതെ നമുക്ക് പെർഫോമൻസ് റേറ്റിംഗ് അതായത് വൈ എസ്റ്റിമേറ്റ് ചെയ്യണം. എപ്പോഴാണ്? ഓപ്പറേറ്റർക്ക് 7 years എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതായത് എക്സിൻ്റെ വില 7 ആകുമ്പോൾ. അപ്പോൾ എക്സിൻ്റെ വില 7 ആകുമ്പോൾ വൈ കണ്ടുപിടിക്കണം. അതിനും നമുക്ക് ആര് സഹായം ഉപയോഗിക്കാം? വൈ കണ്ടുപിടിക്കുന്നതിന് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് തന്നെ ഉപയോഗിക്കാം. ഓക്കെ, ഇത് നമ്മുടെ SCERT പബ്ലിഷ് ചെയ്ത ഹയർ സെക്കൻഡറി സ്റ്റാറ്റിസ്റ്റിക്സ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് റിഗ്രഷൻ ലൈൻ ഓഫ് പെർഫോമൻസ് റേറ്റിംഗ് വൈ ഓൺ എക്സ്പീരിയൻസ് എക്സ്, അതായത് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് കാണണം. ആ വൈ ഓൺ എക്സ് കാണണമെങ്കിൽ നമ്മൾ താഴെ പറയുന്ന രീതിയിലുള്ള ടേബിൾ ആദ്യം പ്രിപ്പയർ ചെയ്യുക. കാരണം എന്താണ്? റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് കാണാൻ നമുക്ക് എക്സ് ബാർ വേണം, വൈ ബാർ വേണം, ബി വൈ എക്സ് വേണം. എക്സ് ബാറും വൈ ബാറും ബി വൈ എക്സും ഒക്കെ വേണമെങ്കിൽ നമുക്ക് സിഗ്മ എക്സിൻ്റെ വില വേണം, സിഗ്മ വൈ വേണം, സിഗ്മ എക്സ് വൈ വേണം, സിഗ്മ എക്സ് സ്ക്വയർ വേണം. അപ്പോൾ ഇതെല്ലാം കൂടി ഉള്ള ഒരു ടേബിളാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് തന്നിട്ടുള്ള വിലകൾ ഇങ്ങനെയാണ്. എക്സിൻ്റെയും വൈയുടെയും വിലകൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. എക്സ് 16, വൈ 87, 12 88, 18 89, 4 68, 3 78, 10 80, 5 75, 12 83. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം.
എക്സ് സ്ക്വയർ എന്താണ്? 16ൻ്റെ സ്ക്വയർ 256, 12ൻ്റെ സ്ക്വയർ 144, 18ൻ്റെ സ്ക്വയർ 324, 4ൻ്റെ സ്ക്വയർ 16, 3ൻ്റെ സ്ക്വയർ 9, 10ൻ്റെ സ്ക്വയർ 100, 5ൻ്റെ സ്ക്വയർ 25, 12ൻ്റെ സ്ക്വയർ 144. അടുത്തത് എക്സ് വൈ കണ്ടുപിടിച്ചു. 16 × 87 1392, 12 × 88 1056, 18 × 89 1602, 4 × 68 272, 3 × 78 234, 10 × 80 800, 5 × 75 375, 12 × 83 996. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടി സം എടുക്കാം. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 80 കിട്ടി, സിഗ്മ വൈ 648 കിട്ടി, സിഗ്മ എക്സ് സ്ക്വയർ 1018, സിഗ്മ എക്സ് വൈ 6727. ഇനി നമുക്ക് റിഗ്രഷൻ ലൈൻ ഓഫ് y1x കാണണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ വേണം. അത് ഇതാണ്. ഒന്ന് എക്സ് ബാർ ആണ്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ എൻ, അത് 80 ഡിവൈഡ് ബൈ 8 സമം 10 എന്ന് കിട്ടി. എന്നിട്ട് വൈ ബാർ ആണ് വേണ്ടത്. അടുത്തത് വൈ ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ, അത് 648 ബൈ 8 സമം 81 എന്ന് കിട്ടി. ഇനി വേണ്ടത് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് y1x ആണ്. അതിതാണ് by(x) ഇസ് ഈക്വൽ ടു n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ ആണ്. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ n ഇവിടെ 8 ആണ്. അപ്പോൾ 8 ഇൻറ്റു സിഗ്മ എക്സിയുടെ വില 6727 ആണ്. അപ്പോൾ 8 ഇൻറ്റു 6727 മൈനസ് 80 × 648 ഡിവൈഡഡ് ബൈ 8 × 1018 മൈനസ് 80ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതെല്ലാം നമ്മൾ നേരത്തെ ടേബിളിൽ ഈ വിലകളെല്ലാം കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കിട്ടിയത് 53816 മൈനസ് 51840 ഡിവൈഡഡ് ബൈ 8144 മൈനസ് 6400 ഈക്വൽ ടു 1976 ഡിവൈഡഡ് ബൈ 1744 ഈക്വൽ ടു 1.133. ഇതാണ് by(x). അപ്പോൾ നമുക്ക് റിഗ്രഷൻ ലൈന് y1x കാണാനുള്ള എല്ലാ അത്യാവശ്യ ഘടകങ്ങളും കിട്ടിക്കഴിഞ്ഞു. എക്സ് ബാർ കിട്ടി, വൈ ബാർ കിട്ടി, by(x) കിട്ടി. ഇനി നമുക്ക് റിഗ്രഷൻ ലൈൻ ഓഫ് y1x എഴുതണം. അതെന്താണ്? അത് y മൈനസ് വൈ ബാർ ഇസ് ഈക്വൽ ടു by(x) ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. y മൈനസ് 81 ഇസ് ഈക്വൽ ടു 1.133 ഇൻറ്റു എക്സ് മൈനസ് 10 ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിഗ്രഷൻ ലൈൻ ഓഫ് y1x അല്ലെങ്കിൽ റിഗ്രഷൻ ലൈൻ ഓഫ് പെർഫോമൻസ് റേറ്റിംഗ് ഓൺ എക്സ്പീരിയൻസ്. ഇനി നമുക്ക് വേണ്ട എന്താണ്? 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ പെർഫോമൻസ് റേറ്റിംഗ് കണ്ടുപിടിക്കണം. അതായത് എക്സിൻ്റെ വില 7 ആകുമ്പോൾ നമുക്ക് വൈയുടെ വില എന്തായിരിക്കും എന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. അത് നമ്മൾ ചെയ്യുന്നത് നമുക്കിപ്പോൾ കിട്ടിയ റിഗ്രഷൻ ലൈൻ ഓഫ് y1xൽ ഉള്ള എക്സിന് പകരം 7 കൊടുത്താൽ മതി. അപ്പോൾ കിട്ടുന്നതാണ് y മൈനസ് 81 ഇസ് ഈക്വൽ ടു 1.133 ഇൻറ്റു 7 മൈനസ് 10 ഇസ് ഈക്വൽ ടു അപ്പോൾ കിട്ടുന്നത് y മൈനസ് 81 ഇസ് ഈക്വൽ ടു 1.133 ഗുണം 7 മൈനസ് 10 മൈനസ് 3 ആണ്. അത് കിട്ടിയത് y മൈനസ് 81 ഇസ് ഈക്വൽ ടു മൈനസ് 3.399 എന്ന് കിട്ടി. അവിടുന്ന് y സമം ആ മൈനസ് 81 അപ്പുറത്ത് പോയപ്പോൾ പ്ലസ് 81 ആയി. മൈനസ് 3.399 പ്ലസ് 81 ആണ്. അതിൻ്റെ വില 77.601. അപ്പോൾ ഇതാണ് നമ്മുടെ പെർഫോമൻസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. 7 വർഷം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളുടെ പെർഫോമൻസ് റേറ്റിംഗ് ഇതാണെന്നാണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ്റെ അടുത്ത ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള പ്രോബ്ലം. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. 4ാമത്തെ ഇല്ലസ്ട്രേഷൻ ഇതാണ്. അനാലിസിസ് ഓൺ ദ സ്കോർസ് ഓഫ് 20 സ്റ്റുഡൻസ് ഇൻ തിയറി X ആൻഡ് പ്രാക്ടിക്കൽ പേപ്പർ Y ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഗീവ്സ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ 20 കുട്ടികളുടെ തിയറി പരീക്ഷയുടെയും പ്രാക്ടിക്കൽ പരീക്ഷയുടെയും സ്കോറുകൾ ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയ ചില വിവരങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ തിയറി പരീക്ഷയുടെ സ്കോറുകൾ X എന്നും പ്രാക്ടിക്കൽ പേപ്പറിൻ്റെ സ്കോറിനെ Y എന്നുമാണ് എടുത്തിരിക്കുന്നത്. കിട്ടിയ വിവരങ്ങൾ ഇതൊക്കെയാണ്. തിയറി പരീക്ഷയുടെ സ്കോർ എക്സിൻ്റെ മീൻ 40ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5.7 ആണ്.
പ്രാക്ടിക്കലിൻ്റെ സ്കോറായ വൈയുടെ സ്കോറിൻ്റെ മീൻ 35-ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2.5-ഉമാണ്. ഇനി നമുക്ക് കണ്ടെത്താനുള്ളത് ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ദി മാർക്സ് ഇൻ ടു പേപ്പേഴ്സ് ഇൻ തന്നിട്ടുള്ള ഇതാണ് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ദ മാർക്സ് ഇൻ ടു പേപ്പേഴ്സ് ഈസ് R is equal to 0.62. അങ്ങനെയാണെങ്കിൽ estimate the score of a student in theory whose practical score is 39. അപ്പോൾ തിയറിക്ക് തിയറി പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് പ്രാക്ടിക്കലിന് കിട്ടിയ സ്കോർ 39 ആണെങ്കിൽ തിയറിക്ക് എന്തായിരിക്കും കിട്ടിയ സ്കോർ? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതായത് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത് വൈ ആണല്ലോ. അപ്പോൾ വൈയുടെ സ്കോർ അറിയാം. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? എക്സ് കണ്ടുപിടിക്കണം. ഇത് നമ്മുടെ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. 2020 മാർച്ചിൽ ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വൈ അറിയാം. വൈയുടെ വില 39 ആണെന്ന് അറിയാം എങ്കിൽ എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എക്സ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഏത് റിഗ്രഷൻ ഇക്വേഷനാണ് വേണ്ടത്? റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ ആണ് വേണ്ടത് എക്സ് കണ്ടെത്താൻ. അപ്പോൾ എക്സിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എക്സ് ഓൺ എന്ന റിഗ്രഷൻ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ആ റിഗ്രഷൻ ഇക്വേഷൻ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വി ഹാവ് ടു എസ്റ്റിമേറ്റ് ദ സ്കോർ ഓഫ് എ സ്റ്റുഡൻറ്റ് ഇൻ തിയറി ഹൂസ് പ്രാക്ടിക്കൽ സ്കോർ ഈസ് 39. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വില കണ്ടുപിടിക്കണം നേരത്തെ പറഞ്ഞു. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ആണ്. തന്നിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? എക്സ് ബാറിൻ്റെ വില 40 തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് അതായത് സിഗ്മ എക്സ് 5.7 ആണ്. വൈ ബാർ 35. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് വൈ സിഗ്മ വൈ എന്ന് പറയുന്നത് 2.5 ആണ്. കൂടാതെ കോറിലേഷൻ കോഎഫിഷ്യൻ്റെ വില 0.62 എന്നാണ് തന്നിരിക്കുന്നത്. ഇത് നമുക്ക് റിഗ്രഷൻ ലൈൻ ഓഫ് വൈ ഓൺ എക്സ് കാണണമെങ്കിൽ എക്സ് ഓൺ വൈ കാണണമെങ്കിൽ എന്തൊക്കെ വേണം? എക്സ് ബാർ വേണം, വൈ ബാർ വേണം, തന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് ആവശ്യമാണ്. അത് ബി എക്സ് വൈ ആണ്. ബി എക്സ് വൈ കിട്ടിയ വിവരങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് കണ്ടെത്താം? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബി എക്സ് വൈയുടെ വില ആർ ഗുണം സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ സിഗ്മ വൈ എന്നാണ്. അപ്പോൾ അതിന് നമ്മൾ ആറിൻ്റെ വില 0.62 ഗുണം 5.7 ഡിവൈഡഡ് ബൈ 2.5 ആണ്. അതിൻ്റെ വില 1.41. അപ്പോൾ ബി എക്സ് വൈ കിട്ടി. എക്സ് ബാർ ഉണ്ട്, വൈ ബാർ ഉണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ എഴുതാം. അത് ഇതാണ്. റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ഇതാണ്. ദ റിഗ്രഷൻ ലൈൻ ഓഫ് എക്സ് ഓൺ വൈ ഈസ് എക്സ് മൈനസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് എക്സ് മൈനസ് 40 ഇസ് ഈക്വൽ ടു 1.41 ഇൻറ്റു വൈ മൈനസ് 35 ആണ്. ഇവിടെ നമ്മൾ തിയറിയുടെ വില കണ്ടെത്താൻ, എക്സിൻ്റെ വില കണ്ടെത്താൻ പ്രാക്ടിക്കലിൻ്റെ വിലയായ വൈയുടെ വിലയായ 39 കൊടുക്കുക. ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് തിയറി സ്കോറിൻ്റെ വില എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. തിയറി സ്കോർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? എക്സ് മൈനസ് 40 സീക്വൽ ടു 1.41 ഇൻറ്റു 39 മൈനസ് 35. അത് എക്സ് മൈനസ് 40 സീക്വൽ ടു 1.41 ഇൻറ്റു 4 ആണ്. അത് നമുക്ക് എക്സ് മൈനസ് 40 സീക്വൽ ടു 5.64 എന്ന് കിട്ടും. അവിടെ നിന്ന് എക്സ് സീക്വൽ ടു ഈ മൈനസ് 40 അപ്പുറത്തുണ്ടോ? പ്ലസ് 40 ആവും. 5.64 പ്ലസ് 40 എന്ന് പറയുന്നത് 45.64. അപ്പോൾ ഇതാണ് നമ്മുടെ തിയറി പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്ക്. എന്താണ്? കുട്ടിക്ക് പ്രാക്ടിക്കൽ സ്കോർ 39 ആണെങ്കിൽ തിയറിക്ക് കിട്ടിയ സ്കോർ എത്രയാണ്? 45.64 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ റിഗ്രഷൻ ലൈൻ്റെയും റിഗ്രഷൻ കോഎഫിഷ്യൻ്റെയും ആപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലങ്ങൾ ചെയ്യുന്നത്. ഏകദേശം രീതിയിലുള്ള പ്രോബ്ലങ്ങളെല്ലാം ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കി റെഫർ ചെയ്യുക. ഓക്കെ.